സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഗബ്രിയാണ്. സോ ഞാൻ ആ ടോപ്പിക് എന്താ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഗബ്രി പവർ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവനെ ഔട്ടാക്കി. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആസ് യൂഷ്വൽ ഈസ് എ ഗുഡ് പ്ലെയർ. ഇപ്പോൾ ജാസ്മിൻ ആവട്ടെ, പിന്നെ അൻസിബ, ഋഷി, ജിൻറ്റോ, പിന്നെ എല്ലാവരും, നോറ, എല്ലാവരും ഗുഡ് പ്ലെയറാണ്. സോ ഞാൻ ജിൻഡോ, പിന്നെ രതീഷ്, ഇവരുടെ എല്ലാവരെയും പേരെടുത്ത് പറയുന്നതാണ്. ശ്രീതു, അർജുൻ, അൻസിബ, ഒന്നുകൂടെ ഞാൻ എടുത്ത് പറയാം കേട്ടോ. എല്ലാവരും അതിനേക്കാളും ഗുഡ് പ്ലെയറാണ് ഗബ്രി. സോ ടോപ്പിക് ഇത്രയുള്ളൂ. ഗബ്രി പവർ റൂമിൽ നിന്ന് ഇറങ്ങിയത് എന്താ പറയുക, അങ്ങനെ ഇറങ്ങാൻ പാടില്ലായിരുന്നു. സോ അവന് പുറത്തെന്താ നടക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയുടെ പുറത്ത് ഗബ്രി പുറത്തിറങ്ങിയത്. സോ പിന്നെ എനിക്ക് പറയാനുള്ളത്, ആസ് യൂഷ്വൽ ഗബ്രി ഒരു പ്രശ്നം, ജാസ്മിന് വന്നാൽ അവളുടെ കൂടെ അവനുണ്ടാവും. എനിക്ക് നെക്സ്റ്റ് പറയാനുള്ളത്, ജാസ്മിനും അതുപോലെ തന്നെയാണ്. അവൻ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇടപെടുന്നൊരു ഗുഡ് ഫ്രണ്ടാണ്. സോ ആ ഫ്രണ്ട്ഷിപ്പ് ഇനിയും നിലനിൽക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. സോ ഇനിയെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എല്ലാവരും വരണം. എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഗബ്രി, ജാസ്മിൻ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് വരണം. ഈ വീഡിയോയ്ക്ക് ഒരു 1000 നിങ്ങളുടെ ഇഷ്ടം എത്ര വ്യൂവേഴ്സ് എനിക്ക് ഇങ്ങോട്ട് തരണം എന്നുള്ളത്. സോ നെക്സ്റ്റ് ഞാൻ അൻസിബ, ഋഷി സൗഹൃദം പറയാം. ഋഷിയാണെങ്കിൽ കുഴപ്പമില്ല, ഇത്രയും ഇൻ്റലിജൻറ്റ് പ്ലെയേഴ്സ് വേറെ ഈ ലോകത്ത് കാണൂല. ഇത്രയും ഇൻ്റലിജൻറ്റ് പ്ലെയേഴ്സ് ഇപ്പം അവൻ തന്നെ പറയുന്നുണ്ട്. ഒരു ജാൻമണി ജിൻഡോനെ കടിക്കും, പിച്ചും എന്നൊക്കെ അതേ അവനും അവിടെ ചെയ്തിട്ടുള്ളൂ. എന്താ ഫ്രണ്ട്സിനെ ഹഗ് ചെയ്യാനും കിസ് ചെയ്യാനും ഒന്നും പാടില്ലേ. ഇപ്പോൾ അവന് ജാസ്മിൻ്റെ കൈ പിടിച്ചിരിക്കുന്നതാണ് കംഫർട്ടബിൾ. സോ ഫ്രണ്ടിനെ ഹഗ് ചെയ്യാനുള്ള, കിസ് ചെയ്യാനുള്ള എല്ലാ അവകാശവും അതിനകത്ത് പറയുന്നുണ്ട്. അല്ലാതെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്തിട്ടില്ല. ഇപ്പം ഒരു എപ്പിസോഡിൽ ഇവൻ പറയുന്നുണ്ട്,
നോറെടുത്ത് ഇനി അത് ഫുഡ് കഴിക്കണമെന്നില്ല, ഫുഡ് അവിടെ വെക്കുന്നുള്ള രീതിയിൽ ഒരു സ്നേഹം കൊണ്ടാണ് അവൻ പറഞ്ഞത്. സോ പവറിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്തിട്ട് കഴിച്ചു അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ റൂളുണ്ട്, പവറിനെ റെസ്പെക്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് റൂളുണ്ട്. സോ ഇതിലൂടെ എനിക്ക് നെക്സ്റ്റ് പറയാനുള്ളത്, നെക്സ്റ്റ് ടോപ്പിക്കിലൂടെ പോവാം. നേരത്തെ എന്തിനായിരുന്നു നോമ്പിനെ പുറത്താക്കിയത്? എനിക്ക് തോന്നുന്നു നോമ്പിനെ പുറത്താക്കിയത് ലോക്കറ്റ് റിയാസിൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് പോയെന്നും പറഞ്ഞിട്ട് ഒരതിനകത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മുടെ ലക്ഷ്മി പ്രിയ പറയുന്നുണ്ട്. ടാസ്ക് ലെറ്ററിൽ അങ്ങനെയുണ്ട്, നിനക്ക് നിന്റെ ശരീരഭാഗത്ത് എവിടെയെങ്കിലും അത് വയ്ക്കാം എന്നുള്ള രീതിയിൽ. സോ നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത്, എനിക്ക് സീസണിൽ